ഹായ് 2026 മോഡൽ കിയ സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എല്ലാവരും പറയുന്ന STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ് ആണിത്. 1.2 പെട്രോൾ എഞ്ചിനിലെ ടോപ്പ് എൻഡ് വേരിയന്റും ഈ STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. റീസെന്റ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ഈ വാഹനത്തിന്റെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിന്റെ വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള ഡീറ്റെയിൽഡ് പ്രൈസും ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ കിയ സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റുമാണ് ഈ നിങ്ങളെ കാണുന്ന STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ്. എനിക്ക് റീസെന്റ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതും ഈ വേരിയന്റിന്റെ വീഡിയോ ചെയ്യാനായിട്ടാണ്. ഇപ്പൊ നിങ്ങളൊരു ടാറ്റ പഞ്ചിന്റെ ടോപ്പ് എൻഡ് നോക്കുന്നു, എക്സ്റ്ററിന്റെ ഒക്കെ ടോപ്പ് എൻഡ് നോക്കുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു വലിയ വാഹനം അല്ലെങ്കിൽ സെഗ്മെന്റിലെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന, അതായത് 11 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു കാറ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് കാറാണ് നിങ്ങളീ കാണുന്ന സോണറ്റിന്റെ STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ്. 1.2 പെട്രോൾ എഞ്ചിനിൽ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നതും ഈ STK പ്ലസ് വേരിയന്റ് തന്നെയാണ്. ഈ വേരിയന്റിൽ നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഇപ്പോൾ വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് STK ഓപ്ഷണൽ വേരിയന്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ഒരു ബഡ്ജറ്റിൽ ആ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇനി STK ഓപ്ഷണൽ എടുക്കുന്നവർക്ക് കുറച്ച് പ്രീമിയം ഫീല് മിസ്സാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് അതിനകത്ത് മിസ്സിംഗ് ആവുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട നെക്സ്റ്റ് വേരിയന്റ് ആണ് ഈ STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന സോണറ്റിലെ ഒരു വേരിയന്റ് ആണ് ഈ STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ്. എക്സാക്ട് ടോപ്പ് എൻഡിന്റെ ലുക്കാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡിൽ വരുന്ന ആ ഒരു 3 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും തന്നെ കാണാം. ആ DRL നമുക്കിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. സോണറ്റിന്റെ സിഗ്നേച്ചർ തന്നെ ആ DRL ആണ്. അതിന് താഴേക്ക് വന്നാൽ നമ്മുടെ ഐസ് ട്യൂബ് LED ഫോഗ് ലൈറ്റും കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ താഴത്തെ പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷിൽ സ്റ്റിപ്പ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു ഫ്രണ്ടിലെ ഗ്രില്ല് ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കിട്ടുന്ന വേരിയന്റും STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ് തന്നെയാണ്. അതിന് താഴെയെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. സെഗ്മെന്റിലെ തന്നെ ഏറ്റവും അഗ്രസീവ് ലുക്കിംഗ് കാറ് അല്ലെങ്കിൽ ഏറ്റവും സ്പോർട്ടി ലുക്കിംഗ് കാറും നമ്മളുടെ സോണറ്റ് തന്നെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. നമ്മളുടെ ഇതിനു മുമ്പ് നമുക്ക് HTX-ലായിരുന്നു അലോയ് വീൽസ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ HTX-ലെ സെയിം അലോയ് വീൽസ് നമുക്ക് ഈ STK പ്ലസ് ഓപ്ഷണൽ വേരിയന്റിൽ ലഭിക്കുന്നുണ്ട്. 215 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. വശങ്ങളിൽ നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപുറവും പോകുന്നത് കാണാം. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. മിറേഴ്സിന്റെ ബോട്ടം പാർട്ടൊക്കെ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോ ക്രോം ഇതിനകത്ത് വരുന്നതല്ല, ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. 1900 രൂപയുടെ അടുത്താണ് ആക്സസറിക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു റെയിൻ ഗാർഡും കാണാം, അതും ആക്സസറൈഡ് വരുന്നതാണ്. 2340 രൂപയാണ് അതിനും കോസ്റ്റ് വരുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഒരു ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. കീലെസ് എൻട്രി ആൻഡ് റിക്വസ്റ്റ് സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ ഒരു STK പ്ലസ് വേരിയന്റ് ആണ്. അതിന്റെ റിക്വസ്റ്റ് സെൻസർ കാണാം. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. സൺ റൂഫ് കാണാം. സൺ റൂഫ് ഇതിന്റെ 1.2 പെട്രോൾ എഞ്ചിനിൽ സൺ റൂഫ് വരുന്നില്ല. മറ്റെല്ലാ വേരിയന്റുകളിലും നമുക്ക് സൺ റൂഫും കാണാനായിട്ട് പറ്റും. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിന്റെ മുകളിൽ നമുക്ക് ആ ഒരു റെയിൻ ഗാർഡിന്റെ പോർഷൻ വരുന്നത് കാണാം നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ ക്രോം ഫിനിഷ് ഒക്കെ വരുമ്പോൾ ഒരു പ്രീമിയം ടച്ച് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് STK ഓപ്ഷണൽ വേരിയന്റ് തൊട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. കാരണം ഒരു വേരിയന്റുകൾക്ക് മാറ്റമില്ലാതെ ഓൾമോസ്റ്റ് എല്ലാ വേരിയന്റുകളും നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് ബാക്കിൽ വൈപ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വേരിയന്റിൽ മിസ്സിംഗ് എന്ന് പറയാവുന്നത് ബാക്കിലെ ഒരു സ്പോയിലർ മാത്രമാണ്. അത് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിംഗ് ആയിട്ട് സോണറ്റ് മാറും. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ്. ആ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴെ ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ടാണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴെ സെൻട്രൽ മൗണ്ടർ ആയിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഓട്ടോ എന്ന് പറയുന്ന ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. ബൂട്ട് സൈസ് നോക്കുകയാണെങ്കിൽ 385 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിലൊരു ബൂട്ട് മാറ്റ് ആക്സസറിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ ഗാർഡും ചെയ്തിട്ടുണ്ട്. ബൂട്ട് മാറ്റിന് നമുക്ക് 2000 രൂപയും ഈ സ്റ്റീൽ ഗാർഡിന് 1550 രൂപയാണ് കോസ്റ്റ് വരിക. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 60-40 സ്പ്ലിറ്റ് സീറ്റ്. ഈ 60-40 സ്പ്ലിറ്റ് സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന സോണറ്റിൻ്റെ വേരിയൻറ്റ് HTK പ്ലസ് ഓപ്ഷനിലാണ്. പാഴ്സൽ ട്രേ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തുനിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും HTK പ്ലസ് വേരിയൻ്റ് ആണ്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു ബ്ലൂയിഷ് ലെതറിറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഡോർ പാഡിലൊക്കെ സോഫ്റ്റ് ടച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഈ ഒരു വേരിയൻ്റ് ആണ്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ലെതറിറ്റ് സീറ്റുകളാണ് ഈ ഒരു വേരിയൻ്റ് തൊട്ട് വരുന്നത്. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്യുവൽ ടോൺ എന്ന് പറയാം. ഇന്നർ പോർഷൻസ് എല്ലാം ഒരു ബ്ലൂ ഫിനിഷിലും ഔട്ടർ ഒരു ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 70 മാറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. 5500 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ആൻഡ് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനോടെ താഴെ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. AC വെൻസ് ചുറ്റുകൾ നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാണാം. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളും ഫീച്ചേഴ്സും ഒന്ന് ചെക്ക് ചെയ്യാം. HTK പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ മോസ്റ്റ് ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും നമ്മളുടെ സോണറ്റിൻ്റെ HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റിലാണ്. ഇതിപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് വരുന്നു. അതിനകത്ത് സോണറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ എന്തുകൊണ്ടോ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്കൊരു സെമി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, സ്പീഡോമീറ്റർ ഡിജിറ്റലാണ്. ആ ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. TPMSും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ഒരു മീറ്റർ തന്നെയാണ്. അതിൻ്റെ മുകളിലൊരു കവറിങ് ഉള്ളതാണ്. അത് പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് അത് ലഭിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. 4 സ്പീക്കറും 2 ട്യൂട്ടോടും കൂടി സിസ്റ്റമാണ്. നല്ല മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫുൾ കൺസോൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതിനകത്ത് വൈറ്റ് സ്റ്റിക്കർ പൊളിച്ച് കഴിഞ്ഞാൽ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കിട്ടും. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീൻ തന്നെയാണ്. നല്ലൊരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ഇടുകയാണെങ്കിൽ ആ ഒരു ക്യാമറ നിങ്ങൾക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അതിന് താഴെ AC-യുടെ മാനുവൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന് ചുറ്റും അതിൻ്റെ ഫിസിക്കൽ കൺട്രോളുകളും വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് ഈ വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. അതിന് താഴെ നമുക്കിവിടെ ഒരു Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ആ ഒരു ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ലെതറിറ്റ് ഫിനിഷാണ് വരുന്നത്. ആ ഒരു സെൻറ്റർ കൺസോളിന് ആ ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്മാർട്ട് കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനും എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷനലായിട്ടുള്ള കീ ആണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിറ്റ് സീറ്റുകളാണ്. ഒരു പില്ലോ ഇതൊരു ഷോറൂമിൽ നിന്ന് ചെയ്തിരിക്കുന്നതാണ്. 580 രൂപ എടുത്താണ് കോസ്റ്റ് വരിക. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. നമുക്കൊരു ഡാഷ് ക്യാം ഈ വേരിയൻറ്റിൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അഡീഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സിംഗിൾ ഡിൻ സൺ റൂഫും കാണാം. അത് അത്യാവശ്യം വലുപ്പമുള്ള സൺ റൂഫ് എന്ന് പറയാം. ഇവിടെ സെൻട്രലായിട്ട് നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ അകത്ത് നമുക്ക് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചറൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ
ഈ സെഗ്മെൻറ്റിലെ ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. ഇപ്പോൾ സോണറ്റിലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് സൺറൂഫ് തരുന്ന ഒരു വേരിയൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റും ഈ HTK+ ഓപ്ഷണൽ വേരിയൻ്റാണ്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ തുറക്കുന്നുണ്ട്. ബാക്കിലെ ഡോർ പാഡിൽ നമുക്ക് ആ ലെതറിഡ് ഫിനിഷ് കാണാം. നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഈ വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. ബാക്കിൽ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. 2 ടൈപ്പ് C ചാർജിങ് ബോട്ടുകൾ കാണാം. ആ ഒരു 70 മാറ്റ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് കിടക്കുന്നത്. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 2 പേർക്ക്. സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സോണറ്റിൽ ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെൻറ്റർ ആംറസ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു HTK+ വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാവുന്നൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് വരും. തലയെല്ലാം അകത്തിയിട്ട് സുഖമായിട്ടിരിക്കാം. സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. സീറ്റിന് ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ളത് പാഴ്സൽ ട്രേ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS അങ്ങനെ സെഗ്മെൻറ്റിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സോണറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ സോണറ്റ് നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 83 HP പവറും 115 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് 5 സ്പീഡ് മാനുവൽ. ആ ഒരു എഞ്ചിനിൽ 5 സ്പീഡ് മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. ഈ ഒരു വേരിയൻ്റാണ്, അത് HTK+ ഓപ്ഷണൽ വേരിയൻ്റാണ്. ആ 1.2ലെ ടോപ്പ് എൻഡ് വേരിയൻറ്റ്. HTXL ഒന്നും ആ വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിലൊരു 14-15 ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 120 PS പവറും 172 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓടിക്കാൻ നല്ല രസമുള്ള സോണറ്റുള്ള ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആ പെട്രോൾ എഞ്ചിനെ പറയാം. വിത്ത് 6 സ്പീഡ് IMT അല്ലെങ്കിൽ 7 സ്പീഡ് DCT. നോർമൽ മാനുവൽ ഓപ്ഷൻ ആ ഒരു എഞ്ചിനുമായിട്ട് കൊടുത്തിട്ടില്ല. മൈലേജ് ഹൈലൈറ്റ് ആണ്. 20 കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് DCTക്ക്. റിയൽ ലൈഫിലൊരു 14-15 അതിന് നമുക്ക് ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ ലഭിക്കും. പിന്നെ വരുന്നൊരു എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു എഞ്ചിനുള്ള വാഹനമാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 4 സിലിണ്ടർ ടർബോ ഡീസൽ. 116 HP പവർ, 115 HP പവറും 250 Nm ടോർക്കുമാണ്. സോണറ്റിലും നമ്മളുടെ സെൽറ്റോസിലൊക്കെ കാണുന്ന സിമിലർ എഞ്ചിൻ സെൽറ്റോസിൽ കാണുന്ന സിമിലർ എഞ്ചിൻ സോണറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ ട്യൂണിങ്ങിൽ മാറ്റമൊന്നുമില്ല. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ആ 6 സ്പീഡ് ഓട്ടോമാറ്റിക്, അതായത് സോണറ്റിൻ്റെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഇപ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും വില കുറവുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കും സോണറ്റിൻ്റെ ആ ബേസ് മോഡൽ വാഹനം തന്നെയാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു വീഡിയോയും നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. അത്യാവശ്യം എൻക്വയറി വരുന്ന ഒരു വാഹനവുമാണ് ആ ഒരു ഡീസൽ ബേസ് വേരിയൻറ്റ്. മൈലേജ് ഹൈലൈറ്റ് ആണ്. 24 മാനുവലിന്. ഓട്ടോമാറ്റിക്കിന് 21 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിലൊരു 16-നും 18-നും ഇടയ്ക്ക് ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ 20-ൽ കൂടുതൽ മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ്. ഓടിക്കാനും നല്ല രസമാണ്. നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. സോണറ്റിൻ്റെ പ്രൈസ് നോക്കാം. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതും കൂടിയും ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. പ്രൈസ് വരുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ HTE ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. HTE എന്നും പറഞ്ഞൊരു 1.2 പെട്രോൾ എഞ്ചിനുള്ള വേരിയൻ്റ് അവൈലബിൾ ആണ്. പക്ഷേ അത് വളരെ കുറവായിട്ടാണ് വരുന്നത്. ഇപ്പോൾ HTE ഓപ്ഷണൽ വേരിയൻ്റ് ആണ് നമുക്ക് ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. 1.2 പെട്രോൾ എഞ്ചിനുള്ള ആ വാഹനത്തിന് 9,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ആ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഡീസൽ മാനുവൽ അവൈലബിൾ ആണ്. HTE ഓപ്ഷണൽ 10,66,000 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കും ആ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. 11,59,000 രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ HTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത വേരിയൻ്റ് ആണ്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള HTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. 1.2 പെട്രോൾ എഞ്ചിനിൽ 10,38,000 രൂപ.
7 സ്പീഡ് DCT, അതായത് പെട്രോളിൽ DCT സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും HTK ഓപ്ഷണൽ വേരിയൻ്റാണ്. 11,69,000 രൂപ. അതായത് സോണറ്റിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ, അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,69,000, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,59,000 നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഡീസൽ മാനുവൽ ആണെങ്കിൽ 11,81,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 13,08,000 രൂപയാണ് പ്രൈസ് വരുന്നത്. HTK ഓപ്ഷണലിൻ്റെ പ്രൈസാണ്. അതിനകത്തൊരു IMT വരുന്നുണ്ട്. ഒട്ടും എൻക്വയറി ഇല്ലാത്തൊരു വാഹനമാണ്. 10,77,000 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. പിന്നെ തേർഡ് വേരിയൻ്റ് ആയിട്ട് കൊടുത്തിരുന്നത് HTK പ്ലസ് ആണ്. ആ വാഹനത്തിൽ നമുക്ക് 1.2 പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. 10,89,000 രൂപ. ടർബോ ആ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഡീസലാണ് വരുന്നത്. ഡീസൽ മാനുവൽ 12,55, ഡീസൽ ഓട്ടോമാറ്റിക് 13,51. പിന്നെ വരുന്ന വേരിയൻ്റാണ് നിങ്ങൾ കാണുന്ന HTK പ്ലസ് ഓപ്ഷണൽ. ഒരു അത്യാവശ്യം ഫീച്ചേഴ്സ് എന്നൊരു ലക്ഷറി വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 1.2 പെട്രോൾ എഞ്ചിനിൽ 11,39, ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ്. പിന്നെ IMT ആരും ചോദിക്കാത്തതുകൊണ്ട് പ്രൈസ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ DCT ഓട്ടോമാറ്റിക്കാണ് 13,12. ഡീസൽ മാനുവൽ ആണെങ്കിൽ 13,15. ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങളീ കാണുന്ന വാഹനം HTK പ്ലസ് ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഈ വാഹനത്തിന് 14,10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ള വേരിയൻ്റാണ് HTX. HTXൽ നമുക്ക് DCT ഓട്ടോമാറ്റിക്കിന് 14,01,000 രൂപയും ഡീസൽ മാനുവലിന് 13,68,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 14,62,000 രൂപയാണ്. HTXലേക്ക് പോകുമ്പോൾ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നു, ഇൻറ്റീരിയർ ഒരു ബ്രൗൺ കളർ ഇൻറ്റീരിയറിലേക്ക് മാറുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത്ര ആവശ്യമുള്ള കാര്യങ്ങളല്ല. ബ്രൗൺ ഇൻറ്റീരിയറിനെക്കാളും എനിക്കിഷ്ടം ഈ ഒരു ബ്ലൂ കളർ ഇൻറ്റീരിയർ തന്നെയാണ്. ഇതായിരിക്കും ഇതിനകത്ത് ബെസ്റ്റ് ഇൻറ്റീരിയർ. അപ്പോൾ പഞ്ചിൻ്റെ ടോപ്പ് എൻഡ്, എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ്, പിന്നെ നമ്മളുടെ സുസുക്കിയുടെ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം വേണം, കുറച്ചും കൂടി ബഡ്ജറ്റ് റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് നമ്മുടെ സോണറ്റിൻ്റെ ഈ HTK പ്ലസ് ഓപ്ഷനിൽ. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ഓട്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് എൻജിൻ ഓപ്ഷൻ വേണമെന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻജിയോൺ കിയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സോണറ്റ് എന്നല്ല, കിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.